ആ എല്ലാരും ഉണ്ടല്ലോ. സുഖല്ലേ കേശേ? 12 മണിക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഇതിപ്പോ തീരില്ലേ? ആ എന്താ താക്കോൽക്കാരാ തന്റെ പുതിയ പ്രശ്നം? എനിക്ക് നീതി വേണം യുവർ ഓണർ. ഏയ് കുറച്ചു ദിവസം മുമ്പ് തനിക്ക് നീതി തന്നല്ലേളോ. ഇങ്ങനെ എപ്പോഴും ചോദിച്ചാ എങ്ങനെയാ? അല്ലേ കേശേ? യുവർ ഓണർ, തികച്ചും ജനാധിപത്യ വിരുദ്ധവും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് ഈ കേസ്. അതെന്താ? ഒന്നാമതായി, ആനപ്പിണ്ടം പോലെ ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും ചന്ദനത്തിരി പോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. ദാറ്റ് ക്വസ്റ്റ്യൻസ് ദി വെരി ബേസിസ് ഓഫ് ദിസ് കേസ്. ഏയ് അത് പറ്റും. കുറച്ചു കാലം അയാൾ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പ്രൂവൻ ടെക്നോളജിയാണ് അല്ലേ വക്കീലേ? Yes, Your Honor. Resubmitting the proof of the same once again. അതോടൊപ്പം RIP-Aയും RIP-Bയും ADBയും സംയുക്തമായി നടത്തിയ ഹർത്താലിൽ എന്റെ കക്ഷിക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ ലിസ്റ്റും ഹിയർബൈ സബ്മിറ്റിംഗ്. ടൈം റെഡിയാക്കാം. 1 കോടി രൂപ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് തന്നെ കോടതി അവഹേളിക്കുന്നതിന് തുല്യമാണ് യുവർ ഓണർ. ഇന്നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് ഹർത്താലുകൾ. അങ്ങനെയുള്ള ഹർത്താലുകളെയും ഹർത്താൽ നടത്തുന്ന പാർട്ടികൾക്കെതിരെയും കേസ് കൊടുക്കാൻ ഒരു സാമൂഹ്യ ദ്രോഹിക്ക് മാത്രമേ കഴിയൂ. എന്താ താക്കോൽക്കാരൻ ഹസ്സൻ പറയണത് കറക്റ്റ് അല്ലേ? അല്ല യുവർ ഓണർ, പേടിച്ചിട്ടാണ് ആളുകൾ ഹർത്താലിന് പുറത്തേക്ക് ഇറങ്ങാത്തത്. എന്തൊട്ട് സോഷ്യൽ കോസ് എന്നാണ് ഇവര് പറയണേ. നോൺസെൻസ്. അല്ല യുവർ ഓണർ, കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ കേരളത്തിലെ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഹർത്താലുകളുടെ ലിസ്റ്റാണിത്. എന്ത് പൊതുജന നന്മയാണ് ഈ സമരങ്ങളിലൂടെ നാട്ടുകാർക്ക് കിട്ടിയിട്ടുള്ളത്? യുവർ ഓണർ, ആ ലിസ്റ്റ് നോക്കിയാ പെട്രോൾ വില കൂട്ടിയതിന് 13 തവണയാണ് ഹർത്താൽ നടത്തിയിട്ടുള്ളത് ഈ പാർട്ടിക്കാര് ഈ കൊല്ലം. എന്നിട്ട് പെട്രോൾ വില കുറഞ്ഞോ? ഇല്ല. എന്തിന്? പനിക്കെതിരെ വരെ ഹർത്താൽ നടത്തിയിട്ടുള്ള ടീംസ് ആണ് ഇവര്. ക്യാൻ യു ബിലീവ് ഇറ്റ്? വേറൊരു കാര്യം അറിയോ യുവർ ഓണർ? എന്നെ ഈ കേസിന് സപ്പോർട്ട് ചെയ്യാന്നും പറഞ്ഞ് ഒരു പാർട്ടി എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് 2 lakhs rupees ആണ് കൈക്കൂലിയായിട്ട്. പേഴ്സണൽ ലോണിന് ഞാൻ അപേക്ഷിച്ചിട്ടാ കിട്ടിയോട്ടെ വീട്ടിൽ കൊണ്ട് തരാം. 5-ാം തീയതിക്ക് മുമ്പായിട്ട് ദേവസ്ഥയിൽ ആനപ്പിണ്ട് എടുക്കണമെന്ന് ഇവിടുന്ന് തന്നെയല്ലേ വിധിച്ചേ? ഞാനിത് ചെയ്യാൻ ശ്രമിച്ചാണോ ഇത്ര വലിയ തെറ്റ്? ഹൈദരാബാദിലും ഡൽഹിയിലും ഇവരുടെ ഓരോ നേതാക്കന്മാരെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തതിന് ഓൾ ഇന്ത്യ ഹർത്താല്. 4-ാം തീയതി ഈ പറഞ്ഞ ഹൈദരാബാദിലും ഡൽഹിയിലും ഹർത്താൽ ഇല്ലായിരുന്നു യുവർ ഓണർ. ഈ ലോകായ ലോകത്ത് നമ്മുടെ നാട്ടിൽ മാത്രം കൊണ്ടാടുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഇവര് ഹർത്താല് പ്രഖ്യാപിക്കണു, ഒരു സംസ്ഥാനം മുഴുവനും കുപ്പി മേടിച്ച് വീട്ടിലിരുന്ന് അടിച്ചോണ്ടിരിക്കുന്നു. എന്തുട്ട് തേങ്ങിയത്? ഇതൊക്കെ ശരിയാണോ? ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ യുവർ ഓണർ. ഞങ്ങളെ അപമാനിക്കാനാണോ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കണേ? ചൂടാവല്ല കേസി, അയാൾ പറയണത് പോയിന്റ് അല്ലേ? എവിഡൻസ് ടു പ്രൂവ് ദ സെയിം യുവർ ഓണർ. RIP പ്രവർത്തകരും ADB പ്രവർത്തകരും ചേർന്നാണ് എന്റെ കക്ഷിയെയും കക്ഷിയുടെ സ്ഥാപനത്തെയും ആക്രമിച്ചത്. ഇതിൽ പറയുന്ന ഇടിവെട്ട് സാബു, പൈലോ പൊറിഞ്ചു, അയ്യന്തോൾ ഷിബു എന്നീ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യണം യുവർ ഓണർ. അത് അനാവശ്യമാണ് യുവർ ഓണർ. ഏയ് രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കാര്യങ്ങൾ മുന്നോട്ട് പോണ്ടേ? കേസ് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആവട്ടെ. സാബും പൊറിഞ്ചൊക്കെ വെറുതെ ഇരിക്കല്ലേ വീട്ടില്? കോടതിയിലൊന്ന് വന്നു പോട്ടെന്നേ. നെക്സ്റ്റ് ഹിയറിംഗ് ഓൺ 25th. സംസാരവും വാദവും നന്നായി. പണ്ട് ഇതുപോലെ ഹർത്താലിനെതിരായി ഞാനൊരു കേസ് കൊടുത്തതാ, ഒന്നും നടന്നില്ല. എനിക്ക് പറ്റാത്തത് ജോയ്ക്ക് സാധിക്കട്ടെ. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഒരു മടിയും കണക്കാക്കണ്ട. വരട്ടെ. ഈ കാലഘട്ടത്തിന്റെ ഗാന്ധിയുടെ മൂപ്പര്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. ഞാൻ KC മാത്യൂസ്. വിചാരിച്ച പോലെയല്ല, ആള് മിടുക്കനാട്ടോ. ഞങ്ങളെയൊക്കെ നിർത്തി പൊരിച്ചു കോടതിയില്. RIP-യോടുള്ള നിന്റെ കളിയേ അത് RIP അവളെ കളിച്ചക്ക ഓർത്തട്ടാ. വിടടോ, ഇവൻ നമ്മുടെ ചെക്കനല്ലേ. കാണാട്ടോ ജോയേ. പുതിയോരോ വിത്തുമുളക്കാണേ. ഇനി ഒരൊറ്റ കയ്യേ ബാക്കിയുള്ളോട്ടോ ജോയേട്ടാ. എന്താ ജോയേട്ടാ? നീ നമ്മുടെ ആമയുടെ മുയലിനെ കഥ കേട്ടില്ല? പിന്നെ മുയല് ശക്തനാന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലടാ
ആമ പന്തായത്തിന് ഇറങ്ങിയ ഈ റേസ് നമുക്കൊന്ന് ഓടി നോക്കടാ. എന്തേ? വേണം. എന്തുട്ടാ പേടിയുണ്ടാ? ഏയ് ഒരു മരവിപ്പ്. ശരിയാവും. ഒന്നിൻ തല പാമ്പിൻ പോള മനയോര തേളിവ് സമം ചേർത്ത് ഗോമൂത്രത്തിൽ അരച്ചിട്ട തോട്ടിതൻ മുനയിൽ തേച്ച് വെച്ച് ആനമേൽ ചാരി വെച്ചാൽ മത്തഗജം ഇരുന്നിടും എന്നാണ് പ്രമാണം. അതായത് ഒരു ആനയുടെ കാലിന്റെ ഇടയിൽ ഞാണ് മക്കളിന് ഒരു പാപ്പാന്റെ ജീവിതം. ആനേനൊരു പൈതൃക മൃഗമായി നമ്മുടെ സർക്കാർ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ പാപ്പാമാർക്ക് ആജീവനാന്ത പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ലോണ്, ആക്സിഡന്റ് ക്ലെയിം എന്നിവ കിട്ടിയേ തീരൂ. അത് നേടിയെടുക്കുന്നവരെ നമ്മൾ കളക്ടറേറ്റ് ഉപരോധം നടത്തും. മനസ്സിലായില്ല? കേരള ആനപ്പാപ്പാൻ അസോസിയേഷൻ കീ കപ്പ കീ. ഒന്ന് വാ പാപ്പ, ഇന്നലെ വീട്ടിൽ നിന്ന് പോന്നല്ലേ. നേരൊക്കെ ഓടിക്കടാ പട്ടി. തലയിൽ മീൻ ചട്ടിയും വെച്ച് ഇറങ്ങിക്കോളൂ. നീ കഴിവ് ജോട്ടാ പറഞ്ഞ സ്ഥലം തന്നെയാ. അതല്ലേ ഇവിടെ വന്നേ. KPA. കപ്പയുടെ സ്പെല്ലിംഗ് നോക്കി ചേട്ടാ, ഒരു പി കാണില്ലല്ലോ. പി ഒക്കെ അകത്തുണ്ടാവും. നിങ്ങൾ വന്നേ. സൂക്ഷിച്ചോളട്ടോ, പടിയുണ്ട്. ഒന്ന് പോയായിരുന്നു. ഇവിടെ അയ്യപ്പനുണ്ട്. ഇവിടെ ഈ ആനകളുടെ ഒക്കെ സാധനം അപ്പൊ ഇതാ ഇങ്ങോട്ട് പോയാക്കിനു. ആനപ്പേട്ടൻ അല്ല അയ്യപ്പേട്ടൻ. അയ്യപ്പേട്ടൻ ഇവിടെ ഞാൻ ജോയി താക്കോൽക്കാരൻ. എന്റെ അപ്പാപ്പനാണ് ജോൺ താക്കോൽക്കാരൻ. ഏത് പാപ്പാൻ? ആരുടെ പാപ്പാന്റെ? പാപ്പനല്ല, എന്റെ അപ്പാപ്പൻ ജോൺ താക്കോൽക്കാരൻ. എന്നെ അയ്യപ്പേട്ടന്റെ കയ്യിലേൽപ്പിച്ചിട്ടാണ് മൂപ്പര് സൗത്ത് ആഫ്രിക്കയ്ക്ക് പോയത്. അല്ല, നിനക്ക് ബന്ധുട്ട വേണ്ടേ? ആനപ്പിണ്ടം. മനുഷ്യനെ കളിയാക്കി ഞാൻ കപ്പയുടെ പ്രസിഡന്റാ. അയ്യോ ആനനെ കൊണ്ട് ചവിട്ടി നിന്നെ കൊല്ലിക്ക് ഞാൻ. അയ്യോ കളിയാക്കിയതല്ല അയ്യപ്പേട്ടൻ. നമുക്ക് വേണ്ടത് ആനപ്പിണ്ടാണ്. അയ്യപ്പേട്ടൻ വിചാരിച്ച നടക്കുമെന്ന് അപ്പാപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അപ്പൊ പോയിട്ട് അടുത്ത ആഴ്ച വന്നോളൂ. മിനിസ്റ്ററെ കണ്ടിട്ട് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. എന്നാലും പറഞ്ഞോളൂ. വീട്ടിൽ പോയി വന്നാ മതി. അല്ല ചേട്ടാ, ഈ ആനപ്പിണ്ടത്തിന് മിനിസ്റ്റർ ഉണ്ടാ? നമ്മള് വന്ന സ്ഥലവും ടൈമും ശരിയായില്ലടാ. അടിച്ച് വീലാണല്ലേ. കാര്യൊക്കെ മൂപ്പര് വിചാരിച്ച നടക്കും. നമ്മളത് അന്വേഷിച്ചല്ലേ. തൃശ്ശൂരുള്ള എല്ലാ പാപ്പന്മാരെ ഭീഷ്മരാണ് മൂപ്പര്. ഈ മൂലക്കുരുകാരന് ഒരു രക്ഷയില്ലട്ടോ. പറമ്പിന്ന് എനിക്ക് നേരില്ല. ആണല്ലേ.